Perfect. Perfect. സോ ഗൈസ് നമ്മളങ്ങനെ മൈസൂരേക്കുള്ള റൂട്ടിലുള്ളത് നോക്കിയേ. നമ്മുടെ അതേ വണ്ടി ഇവിടെ ഉണ്ട്, ജിതിനുണ്ട് കൂടെ. നമ്മളിതിവിടെ കഴിക്കാൻ എത്തിയിട്ടുള്ളത് ഇതൊരു തലശ്ശേരി ലൈവ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ എത്തിയിട്ടുള്ളത്. ക്യാമറ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും യൂസ് ആവില്ല. പക്ഷെ ചുമ്മാ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ തോന്നിയാലോന്ന് വെച്ചിട്ട് എടുത്തതാണ് ക്യാമറ. അവൻ വാഷ്റൂമിൽ പോയിട്ടുണ്ട്. അവിടെയാണ് ജെൻസിൻ്റെ വാഷ്റൂം തുറന്നിട്ടില്ല, അവൻ ലേഡീസിൽ പോയി കയറിയിട്ടുള്ളത്. അടിപൊളി. സോ നമ്മളിന്ന് ചാമുണ്ഡി ഹില്ല്, മൈസൂരിലെ ചാമുണ്ഡി ഹില്ല് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അതുപോലെ മടിക്കേരി വേറെ ആവശ്യത്തിന് പോകുന്നതാണ്. സോ നമ്മൾ അതുവഴി ചാമുണ്ഡി ഹില്ല് ഇന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ചാമുണ്ഡി ഹില്ല് കയറും. പോകുമ്പം കയറണം നോക്കട്ടെ, കാരണം വെച്ചാൽ പകൽ എങ്ങനെയുണ്ട് എന്നുള്ള തലശ്ശേരി ലൈവ് റെസ്റ്റോറൻറ്റ് വെജ് ആൻഡ് നോൺ വെജിൽ നിർത്തിയിട്ടുള്ളത് നമ്മൾ. എങ്ങനെയുണ്ട്? വാഷ്റൂമൊക്കെ ക്ലീൻ ആണോ? അടിപൊളിയാണ്. അതെ, എന്നാലും ലേഡീസിലല്ലേ നീ കയറിയത്? ഉളുപ്പുണ്ടോ നിനക്ക്? നിങ്ങളെ മൈൻഡ് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി കൺവേർട്ട് ചെയ്തു. ഓക്കെ ഗൈസ്, നിങ്ങൾ ഈ വണ്ടി ഉണ്ടോ? അപ്പം നമ്മളെ നാട്ടിലേക്ക് പോകുന്ന വണ്ടി ഏത്? ഇതിപ്പം തലശ്ശേരി ലൈവ് റെസ്റ്റോറൻറ്റ് നിർത്തിയിട്ടുള്ളത്. പിന്നെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏത് ബസ്സോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ടൂറിസ്റ്റ് ബസ്സോ അല്ലെങ്കിൽ ഏത് ബസ്സോ ഇവിടെ നിർത്തുന്നത് ടീമായിട്ട് വരുന്നത് കസ്റ്റമർക്ക്, ഹോട്ടലുകാർക്ക് കസ്റ്റമേഴ്സ് കൊടുക്കുവാണെങ്കിൽ ഡ്രൈവേഴ്സിനും അതേപോലെ കണ്ടക്ടേഴ്സിനും ഫുഡും ഫ്രീ ആയിരിക്കും. ഓക്കെ, അതാണ് മെയിനായിട്ട് ഇങ്ങനെ വണ്ടി നിർത്തുന്നത്. ഇത് മാത്രമല്ല, എല്ലാ ഹോട്ടലിലും ഇത് തന്നെയാണ്. കണ്ട സംഭവം കൂന എന്ന് പറഞ്ഞാൽ മുളകിൻ്റെ കൂനയാണ്. ഓക്കെ, സോ അവരെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ കൂന പോലെ ആക്കുന്നത്. സോ നമ്മൾ വരുന്ന വഴിയിൽ മൊത്തം ഈ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നമ്മളൊരു രസം തോന്നിയിട്ട് നമ്മൾ വണ്ടി നിർത്തി. എനിക്ക് അടിപൊളി. മുളകൊന്നും വാങ്ങിക്കാൻ പോകുന്നില്ല, ജസ്റ്റ് കണ്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് സംഭവം എന്നാൽ രസിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് എങ്ങോട്ടറിയോ? പിന്നെ അത് രാജാസേട്ടല്ലേ, രാജാസേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജിതിൻ്റെ ബന്ധുവാണ്, റിലേറ്റീവ് ആണ്. അനിയൻ. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇവൻ്റെ കൂടെ രാജാസേട്ട് എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റിലേക്ക് നമുക്ക് അവിടെ എത്തിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അല്ലടാ, അതെ. ഓക്കെ, സപ്പോസ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ള സ്ഥലത്തിൻ്റെ പേര് മടിക്കേരിയാണ്. സോ മടിക്കേരി എന്ന് പറയുമ്പോൾ കൂർഗ് ഡിസ്ട്രിക്റ്റിലെ താലൂക്കാണ് മടിക്കേരി അല്ലേ? ഓക്കെ, അതാണ്. ഗൈസ്, കണ്ണൂർ ബസ് പോകാം. പോയിക്കൂടെ നിനക്കൊക്കെ നാട്ടിലേക്ക്? കുറെ നാളെ ഒരുത്തം നാട്ടിൽ പോണം എന്ന് പറഞ്ഞ് നടക്കുന്നു. ലീവ് കിട്ടണ്ടോ? ഇവിടെ എന്താ പ്രതിഷ്ഠ? എന്താ? മാരിയമ്മ. മാരിയമ്മ തമിഴിലൊരു ടച്ച് ഉണ്ടല്ലോ, മാരിയമ്മനൊക്കെ. അതന്നെ ദുർഗന്റെ ആണോ? ദുർഗ തമിഴ് ബേസ്ഡ് ആണ്. നമ്മള് ദുർഗാദേവി കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു രൂപം.
ഓക്കെ. മോനെ ഇവിടെ പാർക്കൊക്കെ ഉണ്ട്, പിള്ളേർക്ക് വേണ്ടിയുള്ള പാർക്കുണ്ട്. രാജ സീറ്റ് പാർക്ക്. സീറ്റിന് പേര്, അതിന്റെ പേരിന്റെ അർത്ഥം തന്നെയുള്ള തോന്നല്ലേ. അവൻ പറഞ്ഞാൽ ആരും ഇവിടെ വന്ന് ഇരുന്നു എന്നുള്ള സെറ്റപ്പ്. ഓക്കെ, ഈ സാധനം ഉണ്ട് ഇടാ. എത്രയാടാ ഒന്നിന്? അങ്ങനെ നോക്കുന്നോ? ഒരു കൈ നോക്കുന്നോ? സീനില്ല. നോക്കിയാലോ? നമുക്ക് ആദ്യം വ്യൂ കാണാൻ തോന്നും, എന്നിട്ട് നോക്കാം, ചോദിച്ചു നോക്കാം. ഞാൻ ഇതുവരെ കയറിയില്ല. ഇങ്ങനെയല്ല എക്സ്പീരിയൻസ് ചെയ്യല് അല്ലേ? ഇതിങ്ങനെ വാള് വെക്കുവോ നീ? ഞാൻ വാള് വെക്കില്ല. സംഭവം കൊള്ളാട്ടോ. വൈകിട്ട് വരണം. ഇവൻ പറഞ്ഞ വൈകിട്ട് വരണം, എന്നാലേ വെയിലില്ലാണ്ട്. മടിക്കേരിന്റെ രാജ ഇരിക്കണ സ്ഥലം എന്നാണ് ഇവൻ പറയുന്നത്. കൊള്ളാട്ടോ, പാർക്ക് കൊള്ളാം. വൈകിട്ട് ഇച്ചിരി പൊളിക്കും മോനെ. അമേസിങ് വ്യൂ ആണെന്ന് തോന്നുന്നു അവിടെ. വാ, തണലത്തേക്ക് കിട്ടുക. കൊള്ളാം. നമ്മൾ വന്ന വഴി ഇതുവരെ നിന്ന് കിട്ടൂടാ. നമ്മൾ വന്ന വഴിക്ക് ചിലപ്പോൾ ഇടിയായിരിക്കും തോന്നുന്നു. ഇതോ? ഓക്കെ, മരണവെയിലല്ലേ? കുഴപ്പമില്ല, നൈസടാ. വൈകിട്ട് വന്ന് ഇച്ചിരി പൊളിക്കൂല്ലേ? കൊള്ളാം. എൻ്റെ മോനെ എന്നാ വെയിലല്ലേ, സീൻ വെയില്. കൊള്ളാം. ഇത് കാണുന്നത് അത് അങ്ങോട്ട്. ആ യാ പറഞ്ഞു. കണ്ണൂർ ചുരല്ലടാ. കണ്ണൂർ ചുര? മാംഗ്ലൂർ. മംഗ്ലൂർ ഞാൻ ചോദിക്കുന്നതാണ്. അത് കുഴപ്പമില്ല, അതെടുത്തോ, കട്ട് ചെയ്യാം. മംഗ്ലൂർ റോഡ്. ആ, പിന്നെ ഇങ്ങോട്ട് ഇത് ഈ കാണുന്ന വ്യൂ എന്താണ്? മാംഗ്ലൂറാ? മാംഗ്ലൂർ റോഡിന്റെ വ്യൂ. ഇത് ഇതാടെ മടിക്കേരി. ഇത് പറഞ്ഞ മടിക്കേരി. എന്ത് പൊട്ടനാണ്. അതല്ല, റോഡ് ഉണ്ടടാ. റോഡ് ഇപ്പൊ കാണുന്നില്ല. ഓക്കെ 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 ഓക്കെ. സൈസ് ഇതാണ് മടിക്കേരി. നോക്കി, എങ്ങോട്ട് മനസ്സിലായി? നമ്മൾ ഊട്ടിയിലൊക്കെ കാണുന്ന പോലത്തെ. ഊട്ടിയിലൊരു ട്രെയിൻ ഇല്ലേ, നമുക്ക് കയറാൻ പറ്റില്ലേ? ആ, അത് തന്നെ പറയണേ. ഇപ്പൊ വർക്കിംഗ് ആണല്ലോ. ഇല്ല, നിർത്തിയോ? എന്ത്? അയ്യോ, നോക്കിയേ, ജസ്റ്റ് ഒന്ന് അതുവരെ പോയിട്ട് വരട്ടെ. ഇവിടെ റെയിൽപാളം ഉണ്ട് എന്നാ പറയണേ. മോനെ, എടാ ഇതുവഴി നടന്നിട്ട് പോകാൻ പറ്റുമോ അങ്ങോട്ട്? അതെയാ? ഓ, എൻ്റെ മന തണലുണ്ട് കേട്ടാ. അല്ലേ, വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ നിർത്തലാക്കിയേക്കാണ്. എന്താ അറിയില്ല, റീസൺ വരിക്കും. അതൊരു എക്സിറ്റ് ഉണ്ടടാ. അല്ല, ഞാൻ പറയാം ഇതുവഴി പുറത്തേക്ക് പോകാൻ പറ്റുമോ എനിക്ക്? ആണോ? അത് തിരിച്ചു നടക്കണ്ടേ? എൻ്റെ വരെ പോണോ? നമുക്ക് സമയമില്ല. എന്നാ ബാപ്പോ? യെസ്. ഗൈസ്, ഇതാ ചത്തു എന്ന് പറഞ്ഞല്ലേ. ചന്തീൻ്റെ ഒക്കെ ഇടപാട് തീർന്നിട്ടുള്ളത്. നല്ല എൻ്റെ മോനെ. എത്ര കിലോമീറ്റർ നമ്മള് അവിടുന്ന്? 3 മണിക്കൂർ പറയുമ്പോൾ 140-150 കിലോമീറ്റർ. എവിടുന്നായിരുന്നടാ? അതും 90 മടിക്കേരി. മടിക്കേരി, അതെ, മടിക്കേരിന്ന് പിടിച്ചു വരുന്ന. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ചാമുണ്ടി ഹിൽസിലാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ്, ഇവൻ്റെ ഫസ്റ്റ് ടൈമാണ്. എക്സൈറ്റഡ് ആണ് കാണാൻ ആ ലൈറ്റുള്ള. സോ നമ്മൾ ഇനി എങ്ങോട്ടാ പോകേണ്ടെന്നൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ നടക്കുകയാണ്. ಅಣ್ಣ ಇದು ವೇ ಯಾವುದು ಚಾಮುಂಡಿ ಹಿಲ್ಸ್ಗೆ ಇದಾ ಇದು ಪಾರ್ಕಿಂಗ್ ಅಲ್ವಾ ಬಿಲ್ಡಿಂಗ್ ರೈಟ್ ಸೈಡ್ ಬಿಲ್ಡಿಂಗ್ ರೈಟ್ ಸೈಡ್ ಬಿಲ್ಡಿಂಗ್ ಇದಾ ಈ ಕಡೆ ಓಕೆ
സോ അങ്ങനെയാണ് കാര്യം. എൻ്റെ ഭയങ്കര ടയർഡ് ഉണ്ട്. ഇനിയിപ്പം ഇവിടുന്ന് ഒരു 150 കിലോമീറ്റർ ഓടാനുണ്ട്. അല്ല 130 150 എനിക്ക് 3-3.5 മണിക്കൂർ ഇന്നും നമുക്ക് ബാംഗ്ലൂരൊക്കെ റെഡി ആനുണ്ട്. എന്തായാലും ഇവിടുന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോവുക. എനിവേ അല്ലേ, എന്ത് നല്ല വരുത്ത വന്നല്ല, എന്തായാലും ഇത് കണ്ട് അത് പറ്റുവാണെങ്കിൽ മൈസൂർ പാലസ് രാത്രി ലൈറ്റ് കണ്ടിട്ട് പോലെ. ഇനിയിപ്പോ 2 മണി 3 മണി എത്തിയാലും കുഴപ്പമില്ല. അതാണ് മൈൻഡ് അല്ല അടി. ഗൈസ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം മെൻഷൻ ചെയ്യുക. അല്ല, തിരിക്കട്ടം, ബലൂൺ അല്ലേ, 20 രൂപയുടെ വാച്ച്. അമേസിങ് കളക്ഷൻ ആട്ടോ അല്ലേ, നല്ല കളക്ഷൻ ഉണ്ട്. കാണുന്നത് പാർക്കിംഗ് അസിസ്റ്റ്. അതെ, പാർക്കിംഗ് അമ്പലത്തിലേക്കുള്ള വഴിയാണ്. ആ എൻട്രി ഒരു ഇതുണ്ട് സ്റ്റെപ്പ്. അതെ, ആ കേറുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു പാർക്കിംഗ് ഫീ. ബൈക്ക് അത് ഞാൻ നമുക്ക് വേണേൽ ഫോട്ടോ എടുത്തിട്ട് ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം. ബൈക്കിന് മോട്ടോർ സൈക്കിൾ 2 വീലറിന് 10 രൂപ. ഇത് നമ്മളെ പറശ്ശിനിക്കടവ്. അതെ, എനിക്ക് തോന്നുന്നു ആ രണ്ട് സൈഡിലുള്ള വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട് നടക്കും. നമ്മളിപ്പം പോകുന്നത് അമ്പലത്തിന്റെ. ഓക്കെ, ഫുള്ള് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. കളിപ്പാട്ടം പിന്നെ ഫാൻസി അല്ലേ, ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് അതെ ചെയ്യാൻ വേണ്ടി അങ്ങനെ അവര് അടുക്കി വെച്ചിട്ടുണ്ട് ഓരോന്നും. ഗൈസ്, ഇവൻ ബലൂൺ വേണമെന്ന് പറഞ്ഞായിരുന്നു. ഇവന് നിനക്കെന്താടാ വേണം? കിലുകിൽ പമ്പര. നമ്മള് അമ്പലത്തിലേക്ക് ഷൂ ഒക്കെ അയക്കണമല്ലോ. ഉണ്ട് ഏത്തീസ്റ്റുകൾക്ക് പ്രവേശനമില്ലാന്ന് എഴുതിച്ചിട്ടുണ്ടോ? ടൈമിങ് ഇവിടെ 10 മണി വരെ ഉണ്ട്. ഓക്കെ, രാവിലെ 7 മണി മുതൽ 10 മണി വരെ, 12 മണി ഉച്ചയ്ക്ക് ശേഷം 12 മണി മുതൽ 3 മണി വരെ. ഓക്കെ, ഗേൾസിന് ഇഷ്ടമായ ടെഡീസ്. ഗേൾ ഫ്രണ്ടിനൊക്കെ ഒന്ന് വാങ്ങിച്ച് കൊടുക്കടേ. അതുണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂലേ. ശരിക്കും നമ്മളെ കണ്ണൂരത്തെ ഒരു എൻട്രി ആയിട്ട് വേണേൽ മാച്ച് ചെയ്യാം. ശരിക്കും ഒരു സിമിലാരിറ്റി ഉണ്ട്. അത് ഇവിടെ പറശ്ശിനി പോയവർക്ക് മനസ്സിലാവും. ചെറിയൊരു മാച്ചിങ് ഉണ്ട് ഉള്ളതാണ്. ഇവിടെ വലിയ ഡ്രസ്സ് കടകളൊക്കെ ഉണ്ടടാ. ഭയ മൊത്തപ്പം മടപ്പുരി ആയി പോയാ. അങ്ങനെ പറയല്ല, സ്ഥലം മാറിയില്ലല്ലോ. പക്ഷെ എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഈ ചാമുണ്ടി ഹില്ല് ഒരു വ്യൂ ഉണ്ടല്ലോ, ആ വ്യൂവും ഈ അമ്പലവും അതെവിടെയാ? അത് വേറെ സെപ്പറേറ്റ് ആണോ അതോ? എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം ആരോടേക്കും അതൊക്കെ കണ്ടുപിടിക്കാല്ലേ? ഇവിടെ ഞാനിവിടെ വന്നിനോന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ. ഞാൻ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ മതിലൊക്കെ കാണാൻ പറ്റും. ഞാനിപ്പോൾ കാരണം വെച്ചാലേ എനിക്കൊന്ന് അച്ഛൻ്റെ സംഘത്തിൻ്റെ കൂടെ ഞാൻ വന്നിട്ടുണ്ട്. മോനെ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ആളാട്ടാ. എടാ, ഇതിന് മുമ്പ് എടുത്തേ. എനിക്ക് പോണതുണ്ടോ? പോണതുണ്ടോ? എനിക്ക് വലിയ മൂടില്ല. പോണ്ട, നീ പോയിട്ട് വാ. ഞാൻ വരില്ല. എന്താ അറിയില്ല, എനിക്ക് വലിയ മൂടില്ല കയറാൻ. നീ പറഞ്ഞെന്താ പറയാൻ വന്നേ? പറ. ഫൈനലി നമ്മള് ആ സ്ഥലത്തെത്തി. അപ്പോഴാണ് ഞാനിവിടെ വന്നിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്ക്.
അതൊന്ന് വിളിച്ച് കൺഫേം ചെയ്യണം വീട്ടിൽ. കാരണം ഞാൻ ചെറുപ്പത്തിലാണ് ഞാൻ നമ്മളങ്ങനെ രാവിലെ 5 മണിക്ക് 5 മണിന്നല്ല 6 മണിക്ക് തുടങ്ങിയ ട്രിപ്പ് ഇതാ സമയത്തിന് ഇപ്പം 12:15 റൂമിലെത്തിക്കുകയാണ്. സോ ഈ വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്ത് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും അപ്ലോഡ് ചെയ്യൂ. ഫുൾ ടയർഡാണ്. ഇനി ഒന്ന് കുളിക്കണം, കിടക്കണം. കുളിക്കാൻ അറിയില്ല. സോ വീഡിയോ എന്തായാലും കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടിൽ ദെൻ ഗുഡ് നൈറ്റ്, ബൈ.